ഉച്ചക്കത്തെ ഫുഡ് ഒരു ചെറിയ അയക്കൂറ ബിരിയാണിയേനും പിന്നെ വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടേനും അവിടെ പോയിട്ടാ ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. നിഷാദക്ക് എന്നെ 3, 4 വട്ടം കാര്യമായിട്ട് വീട്ടിക്കൂടലിന് ക്ഷണിച്ചിട്ട് പറഞ്ഞ് 5 മണിക്ക് എത്തണമെന്ന്. ഞാൻ കറക്റ്റ് 5 മണിക്ക് എത്തീന്. പക്ഷേ സമയം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. മൂപ്പരെന്നെ വിളിച്ചത് രാവിലെ 5 മണിക്കേനു. ഞാൻ പോയത് വൈകുന്നേരം 5 മണിക്കും. പക്ഷേ സാരമില്ല. ഭക്ഷണത്തിൻ്റെ സമയം രാവിലെ 5 മണിക്കല്ലേനു. വൈകുന്നേരം 5 മണിക്കാ. അതുകൊണ്ട് ഞമ്മൾ ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെയാണ് നാട്ടിൽ എത്തിയത്. അപ്പോൾ ഇത് അന്നേ ദിവസം ഞാൻ ഉച്ചക്ക് അയക്കൂറ ബിരിയാണി ഇല്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിച്ച അയക്കൂറ ബിരിയാണിയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയ സമയത്ത് അയക്കൂറ ബിരിയാണി ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ അയക്കൂറ ബിരിയാണി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞേരം നമ്മളെ മനോജേട്ടൻ എനിക്ക് സെറ്റ് ചെയ്ത് തന്നെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, സാധാരണ ചിക്കൻ ബിരിയാണീൻ്റെ റൈസും ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ്റെ മസാലയും കൂടെ അയക്കൂറി ഒന്ന് ഹാഫ് ഫ്രൈ ആയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇത് സെർവ് ചെയ്തത്. വിശപ്പ് നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ ബിരിയാണി റൈസ് മാത്രം കഴിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, നമ്മളെ സ്ഥിരം വീഡിയോ, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും തേങ്ങാ ചമ്മന്തിയും പപ്പടെല്ലാം കൂടി ആ ബിരിയാണി റൈസിലേക്ക് നൈസായിട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്ത ശേഷം ചെറിയൊരു കഷ്ണം അയക്കൂറ, തീരെ ചെറുതല്ല, കുറച്ച് വലിയ കഷ്ണം അയക്കൂറ തന്നെ ആ ബിരിയാണി റൈസിലൊന്ന് കുഴച്ച് ചേർത്ത് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് ഒരു പ്രതീക്ഷയില്ലാണ്ട് നല്ലോണം വിശന്നിട്ട് കഴിച്ചോണ്ടാണോന്നറിയില്ല, ആ ഫിഷ് ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാനും വേറൊരു ചങ്ങായും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് കല്ലുമ്മക്കായ് വാങ്ങിച്ചു. നമ്മളെ അഞ്ചരക്കണ്ടി കല്ലായി റോഡിലെ ആ തട്ടുകടയിൽ നിന്ന് കല്ലുമ്മക്കായ് വാങ്ങിച്ചിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് തിന്ന്. അത്ര പോരേനും കേട്ടോ. പണ്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പം എന്തോ ഒരു കയപ്പലടിക്കുന്നത്. അപ്പം പിന്നെ ആ കൂട്ടു, അതായത് ആ അരീൻ്റെ കൂട്ടെല്ലാം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പെരളശ്ശേരി, മമ്പറം, കോട്ടം, കണ്ണൂർ, പിന്നെ അത്യാവശ്യം കോഴിക്കോടും പ്രശസ്തനായിട്ടുള്ള നിഷാദ് ഖാൻ്റെ പുരയിക്കൂടലിന് പോയി. നിഷാദ് കലിപ്പേഴ്സിൻ്റെ പുരയിക്കൂടലിന്. ഇടക്കേറി പോകുമ്പോൾ തന്നെ കേട്ടത് മൂപ്പരെ തള്ള. ആടുന്ന് ചായ കുടിച്ചില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ജ്യൂസ് കൗണ്ടർ ഉണ്ടായിരുന്നു. ആടുന്ന് ജ്യൂസും കുടിച്ചില്ല. അതിൻ്റെയും തൊട്ടിപ്പുറത്തൊരു ജ്യൂസ് കൗണ്ടർ ഉണ്ടായിരുന്നു. ആടെയാണ് വിത്തൗട്ട് ജ്യൂസ് കിട്ടും. അപ്പോൾ ആടുന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച്. ഇതാണ് മൂപ്പര് പുതിയതായിട്ട് പണിത ആ പുര. ഈ പുരേൻ്റെ പേര് കസർ അൽ നിഹാന. ആ പേരിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വീട് കാണാൻ അടിപൊളിയേനു. ഇന്റീരിയറൊക്കെ ആവശ്യത്തിന് സ്പേഷ്യസാ. പിന്നെ ഓരോ റൂമിന് കൊടുത്തിയ കളർ കോമ്പിനേഷനും തീമും ലൈറ്റിംഗ് ഒക്കെ എന്ത് രസാന്നറിയാം. അല്ലപ്പം നിഷാദക്കാക്ക് ഇത്രയും ഐഡിയ ഉണ്ടെന്നുള്ള കാര്യമോ ശരിക്കും അവരെ കണ്ടാൽ പറയില്ല കേട്ടാ. എന്തായാലും പുര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. ഇത് മൂപ്പർക്ക് ഒരേ മത്സരത്തിന് തന്നെ ഫസ്റ്റും സെക്കൻഡും കിട്ടിയിട്ടുള്ളൊരു ട്രോഫിയാണ്. അപ്പം പുതിയ പുരയും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ അല്ലേ? എന്നാ വാ ഇനി ബാക്കിലേക്ക് പോവാം. അവിടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള സ്വർഗം, അഥവാ ഇതേപോലുള്ള ഈ മായാലോകം ഇരിക്കുന്നത്. നോക്കിയാട്ടെ ഇങ്ങള്. എന്തൊരു നയന മനോഹരമായ കാഴ്ചകളാണെന്ന്. ഒരു സൈഡിൽ നിന്ന് ബീഫ് ബിരിയാണീൻ്റെ ദം പൊട്ടിക്കുന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് പൊറോട്ട അടിക്കുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്ന് തേങ്ങാപ്പത്തിരി ആക്കുന്നു, ഈടുന്നിതാ മറ്റേ തടിച്ച പത്തിരി ഉണ്ടല്ലോ അത് പൊരിച്ചെടുക്കുന്നു. അതിനോട് ചേർന്നിട്ട് തന്നെ നെയ്പ്പത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുറേ വെള്ളയപ്പം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കനാണ്, ചിക്കനുണ്ട്, ബീഫുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെങ്ങായി തിന്നോക്കിയിട്ടാണെങ്കിൽ അടിപൊളിയെന്നും പറയുന്നത്. എല്ലാം കൂടെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഈടെയാണെങ്കിൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ നൈസായിട്ട് നമ്മളെ റൌഫ് ഖാനോടും ആരിഫ് ഖാനോടും പറഞ്ഞു, വാ നമുക്ക് ഇപ്പം കഴിക്കാം, എന്നാൽ പിന്നെ മര്യാദയ്ക്ക് വീഡിയോയിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓറും തംസപ്പ് കാണിച്ചിട്ട് ബാ എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക്, കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആടെ ഫിഷ് മോളിയെല്ലാം കണ്ടിരുന്നു. അങ്ങനെ കൈയെല്ലാം കഴുകി ആടെ പോയിരുന്നു. ആദ്യമോ സൽസ പഞ്ചസാരയൊന്നും ഇടാണ്ട് കഴിച്ച്. അതിന് ശേഷം വെള്ളയപ്പത്തിൻ്റെ മേലെ കുറച്ച് ബീഫ് ഒഴിച്ച്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ലേശം ചിക്കൻ കറി ഒഴിച്ച്, ബീഫിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ കുറച്ച് ഫിഷ് മോളി ഒഴിച്ച് അവിടെ വെച്ചേ. എന്നിട്ട് ആദ്യം തന്നെ ആ ഫിഷ് മോളിയിലുള്ള അയക്കൂറയിൽ നിന്ന് ചെറിയൊരു കഷ്ണം കഴിച്ച് നോക്കിയിട്ട് തുടങ്ങിയേ. പിന്നെ ആ വെള്ളയപ്പത്തിൽ നിന്നൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഫിഷ് മോളിയിലുള്ള അയക്കൂറയും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച്. ആ ഫിഷ് മോളി ഒരു രക്ഷയില്ല കേട്ടാ. ഇതൊരു തരത്തിലൊരു കാറ്ററിങ്ങിൻ്റെ വീഡിയോയേ അല്ല. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു കാറ്ററിംഗുകാരും അല്ല ഫുഡ് കൊടുക്കുന്നത്. എല്ലാവരുടെയും കൂടിയുള്ളൊരു ഒരു ചെറിയ കൂട്ടായ്മയാണ്. ഉള്ള പോലെ പറഞ്ഞിട്ട് മാത്രമേ എനിക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ്, ഈ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ, അത് ഞാൻ വിചാരിച്ച അത്ര ഉഷാറായിട്ടില്ല. പക്ഷെ അത് കൂട്ടിക്കഴിച്ച് ഈ ബീഫ് ഉണ്ടല്ലോ, ഇത് ഒരു രക്ഷയുണ്ടായിട്ടില്ല. ഇത് ചിക്കൻ കറിയെന്ന് അവർ പറഞ്ഞതെങ്കിലും ചെറുതായിട്ടൊരു ഗാർലിക് ചിക്കൻ്റെ എല്ലാം ഫ്ലേവർ പോലെ എനിക്ക് തോന്നി. ഇനി സംഭവം നൈസ് തന്നെ. പിന്നെ കഴിച്ചത് ഈ തേങ്ങാപ്പത്തിരിയാണ്. തേങ്ങാപ്പത്തിരി എന്നൊരു കഷ്ണം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളെ ആ ഗാർലിക് ചിക്കൻ പോലത്തെ ആ ചിക്കൻ കറിയിൽ നിന്ന് ഒരു ചെറിയ പീസ് അതിൻ്റെ മേലെ വെച്ച്, എന്നിട്ട്
അതിൻ്റെ ഗ്രേവി തന്നെ നൈസായിട്ടൊന്ന് മുക്കിയിട്ട് പതുക്കെ ആസ്വദിച്ചങ്ങോട്ട് കഴിച്ച്. ചിക്കൻ കറീൻ്റെ ആ ഒരു പവർഫുൾ ഫ്ലേവറിനെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ തേങ്ങാപ്പത്തിരി ഉണ്ടല്ലേ, അത് ഫിഷ് മോളീൻ്റെ കൂടെ, ആ മൈൽഡ് ഫിഷ് മോളീൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച്. ചിക്കൻ ഫ്രൈ ആദ്യമേ വാങ്ങണേനും പിന്നെ മറ്റേതെല്ലാം കഴിക്കുന്ന ഒരു തിരക്കിനടുക്ക് വിട്ടുപോയതാണ്. എന്നിട്ട് അവസാനം 2 പീസ് ചിക്കൻ ഫ്രൈയും കഴിച്ചിനെ. അതിന് ശേഷമോ മെല്ലെ മെല്ലെ ബിരിയാണിയിലേക്ക് കടന്ന്, ബീഫ് ബിരിയാണിയിലേക്ക്. ആ ബിരിയാണി റൈസും ബീഫിൻ്റെ കഷ്ണമെല്ലാം 3-4 തവണയായിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ ആ ബീഫ് ബിരിയാണീൻ്റെ ഒരു മണമുണ്ടല്ലോ, അതിങ്ങനെ എൻ്റെ മൂക്കിലേക്ക് അങ്ങോട്ട് അടിച്ച് കയറിയേ. എന്നിട്ട് ആ ബീഫിൻ്റെ കഷ്ണം ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ദാ ഇങ്ങനെ പിന്നെ ലേശം തൈര് സലാഡ് കൂട്ടിയിട്ട് ബിരിയാണി റൈസ് അവിടെ കുഴച്ചവിടെ വെച്ചേ. എന്നിട്ട് കുറച്ച് ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും കൂടെ ചേർത്ത് വെച്ച്, എന്നിട്ട് ആ നല്ലോണം വെന്ത ബീഫില്ലേ അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തതിന് ശേഷം ഇതാ ഇങ്ങനെ അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു അത്. ഞാൻ തിന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ ആളുകളെല്ലാം തിന്നിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനല്ല നമ്മളാണ് ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നത്. അതിന് ശേഷം മറ്റേ ചായ കുടിച്ചാലെന്തോ 2 കോടിയെല്ലാം കിട്ടുമെന്ന് പറഞ്ഞ ആ സ്റ്റോളില്ലേ, അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് ചൂട് വിത്തൗട്ട് ചായ ഊതി ഊതി കുടിച്ച്. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ സനിയേട്ടനില്ലേ, പെർളശ്ശേരി സ്പൈസി റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി, മൂപ്പര് പറഞ്ഞ് വാ നമുക്ക് പോയിട്ട് ഓരോ ചാട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ചാട്ട് കൗണ്ടർ പോയി. അങ്ങനെ ഞാനും മൂപ്പര് അവിടുന്ന് ഒരു പ്ലേറ്റ് ചാട്ട് കഴിച്ച്. ഇതാണ് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ മൂപ്പരെ പേര് ഞാൻ വിട്ടുപോയി. പിന്നെ നമ്മളെല്ലാം കുറച്ച് നേരം അവിടെ എന്തെല്ലോ ബടായി എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന്. അപ്പോഴത്തേക്കും ഇപ്പുറത്തെ മറ്റേ ഡെസേർട്ട് കൗണ്ടറില്ലേ അവിടുന്ന് ലുക്കൈമത്ത് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടാളും കൂടെ ഒരു 5, 10, 12 ലുക്കൈമത്ത് ഒറ്റ ഇരിപ്പിന് കഴിച്ചിനി. ഞാൻ പിന്നെ കഴിച്ചില്ല. ഞാൻ പൊതുവേ മധുരം കഴിക്കുന്നത് വളരെ കുറവാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്നാണ് ഒന്നുമില്ല. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഗ്ലാസ് ഷേക്കും കുടിച്ചിനി.